ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീരിൽ 3 ഘട്ടമായും ഹരിയാനയിൽ ഒറ്റഘട്ടമായുമാണ് തെരഞ്ഞെടുപ്പ്. പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിൽ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് പ്രഖ്യാപിക്കും. Elections in J&K will be held in 3 phases. Counting would be on 4th of October. അനുച്ഛേദം 370 പിൻവലിച്ചതിന് ശേഷം ജമ്മു കാശ്മീർ ബൂത്തിലേക്ക് എത്തുകയാണ്. 90 നിയമസഭാ മണ്ഡലങ്ങൾ സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിലായി വിധി എഴുതും. ഹരിയാനയിൽ ഒക്ടോബർ 1 ഒറ്റഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ്. ഒക്ടോബർ 4 രണ്ടിടത്തെയും വോട്ടെണ്ണൽ. 47 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ടെന്നും പ്രകൃതി ദുരന്തമുണ്ടായ വയനാട് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുക ഉചിതമല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചു. ജമ്മു കാശ്മീരിൽ ആകെയുള്ള 87.09 ലക്ഷം വോട്ടർമാരിൽ 3.71 ലക്ഷം പുതുമുഖ വോട്ടർമാരാണ്. 11,838 പോളിംഗ് സ്റ്റേഷനുകളാകും ഇവിടെ വോട്ടെടുപ്പിനായി തയ്യാറാക്കുക. ഹരിയാനയിൽ 90 മണ്ഡലങ്ങളുടെ വിധി 2.01 കോടി വോട്ടർമാർ നിശ്ചയിക്കും. ആകെ 20,629 പോളിംഗ് സ്റ്റേഷനുകളാകും ഹരിയാനയിൽ ഉണ്ടാകുക. കേരളത്തിൽ നിന്നുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നോക്കിയിരുന്നത് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും എന്ന് നടക്കും എന്നതായിരുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം അവ നടത്തിയാൽ മതി എന്നാണ്. ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നിന്നും ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം ആർ രാധാകൃഷ്ണൻ, 24.